അപ്പൊ ഇത് ജ്യൂസ് സ്ട്രീറ്റ് ആണ് കേട്ടോ, അങ്ങോട്ടുണ്ട്. ഇവിടെ ഫുള്ള് കടകളാണ്. ആണ് ആൾക്കാരിങ്ങനെ പോകുന്നുണ്ട്. ഫുൾ കടകളാണ്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കാം. കുറച്ച് വില കൂടുതലാണ്. ഏറ്റവും വലിയ വാർപ്പ് കാണണോ നിങ്ങൾക്ക്? ഇത് കൊച്ചിയിലാണ്, മട്ടാഞ്ചേരി ജൂത തെരുവില്ലേ, അതിലാണ്. അവിടെ ഒരു കടയിലാണിത്. കണ്ടിട്ടുണ്ടോ? വലിയ വാർപ്പ്. നമ്മളിത് ഈ വീഡിയോയിലൂടെ കാണുന്നതിനേക്കാളും വലിയ വാർപ്പാണ്. സൂപ്പറല്ലേ? ഇതിവിടെ വാടകയ്ക്ക് കിട്ടുന്ന സൈക്കിളാണ്. 1 മണിക്കൂറിന് 50 രൂപ. കണ്ടോ? ഇവരിങ്ങനെ വാടകയ്ക്ക് എടുത്ത് പോവുക. നല്ലതല്ലേ? അടിപൊളി. അവരിങ്ങനെ ആലോചിക്കുക എവിടെയൊക്കെ കാണണമെന്ന്. വളരെ പഴയ വണ്ടിയാണ്. 1964 വണ്ടിയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. കാണാൻ പറ്റുന്ന, വാങ്ങിക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ. മറ്റേ ഫോണ്, മറ്റേ ഗ്രാമഫോണോ? അല്ലല്ലോ, അല്ല, ഫോണ്. കോളാമ്പി. ഇതാണ്ട് ഇത് കുറേ സാധനങ്ങളുണ്ട്. അങ്ങോട്ട് സാധനങ്ങൾ ഇരിക്കുക കണ്ടോ? വെള്ളം വേണ്ട. ഇത് ഘടികാരം എല്ലാം ഗണപതി. എന്താ? ഓ, സീരീസ്. ഓക്കെ. സെയിം അല്ലേ? കറക്റ്റ്. ഒത്തിരി ഓർമ്മ വരുന്നുണ്ടല്ലേ? ഇത് പഴയ സാധനങ്ങൾ കാണാം. പഴയതല്ലേ ഇത്? അതൊക്കെ പഴയതല്ലല്ലോ. പഴയതല്ല, പഴയ സാധനങ്ങള്. ഈ ചേച്ചി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ചേച്ചി, നല്ല ചേച്ചിയല്ല, എന്റെ അനിയത്തിയായിരിക്കും. നോ ചേച്ചി. അച്ചോടാ, ആമ ഉണ്ടോ? ഈ ആമയല്ലേ? ആമ പോലത്തെ ക്ലോക്ക്. സൂപ്പർ. എല്ലാം അങ്ങ് വാങ്ങിക്കാൻ തോന്നേ. പക്ഷെ നമ്മുടെ അയ്യോ, ഉണ്ണിയപ്പച്ചട്ടി. എത്ര ഉണ്ണിയപ്പം ഉണ്ടാക്കാം ഇതിനകത്ത്? അപ്പൊ നമ്മൾ അപ്പുറത്ത് വലിയ വാർപ്പ് കണ്ടു, ഇവിടെ ഉണ്ണിയപ്പച്ചട്ടി കണ്ടു, അടിയിൽ വേറൊന്നും ഉണ്ട്. താണ്ട് ചട്ടി. ഇതാരാ? ഇത് വാമനൻ. ഇതാരാ ഇരിക്കുന്നേ? ഓ, രാജാവ. അയ്യോ, താണ്ട പഴം, ഗ്രാമഫോൺ, ചെസ് കളിക്കുന്നത്. വെറൈറ്റി ചെസ്. അറിയാവോ ചെസ് കളിക്കാൻ? എനിക്കറിഞ്ഞൂടോ. എന്റെ ഹസ്ബൻഡ് ഇതിന്റെ വലിയ ആളാണ്, ഈ ചെസ് കളിയുടെ. തൂക്കുവിളക്ക്. പിന്നെ ഇതെന്ന് പറയുന്നത് ഈ കട. മോളെ, കടയുടെ ലൊക്കേഷൻ ഏതാ? ന്യൂ ടൗണോ? മട്ടാഞ്ചേരി ജൂ ടൗൺ. ജൂ ടൗൺ അവിടാണ് ഈ കട. ശരിക്കും ഞാൻ കുറെ പ്രാവശ്യം ഇതുവഴി പോയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ഇന്നാണ് ട്രിവാൻഡ്രം. ഇതിനകത്ത് ഇന്നാണ് കേറുന്നതാണ്. സോപ്പ് ഇരിപ്പുണ്ട്. 50 രൂപ സോപ്പ്. അയ്യോ, പണ്ടത്തെ റേഡിയോ. സൂപ്പർ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ മറ്റേ പെട്ടി
പണ്ട് രാജ്ഞിയൊക്കെ കൊണ്ടുപോകത്തില്ല ഇതിനകത്ത്. അതുകൊണ്ട് ആ പെട്ടി അതാണിത്. ഓക്കെ. അപ്പൊ നമ്മള് ജ്യൂസ് തെരുവിലൂടെ നടക്കുകയാണ്. നല്ല ഭംഗിയാ കാണാൻ ഇവിടെ. അടിപൊളി. Maybe this side up, this one taken. उसका ऐड करते ഇപ്പൊ സിനഗോഗിന്റെ ഫ്രണ്ടില് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ മുകളിലൊക്കെ പഴയ ഇതൊക്കെ നിലനിർത്തിയിട്ടുണ്ട്. നല്ലതാ. സിനഗോഗിന്റെ പ്രധാന കവാടമാണിത്. ആണ് കയറി വരുന്നത്. സിനഗോഗ് ചർച്ചിന്റെ ഹിസ്റ്ററിയാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇന്ത്യയുടെ ബൈബിളിലെ പേര് തേക്ക്, ആനക്കൊമ്പ്, സുഗന്ധവ്യഞ്ജനങ്ങൾ ഇവയൊക്കെ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തിരുന്നു. ഇത് ഫുൾ അതാണ്, എല്ലാം ചരിത്രങ്ങളാണ്. ഇതെല്ലാം വരച്ച് കൊടുങ്ങല്ലൂർ രാജാവ് ഈ ജൂതരെ സ്വീകരിച്ച് സ്വാഗതം ചെയ്തു. അപ്പൊ അതിന്റെ ഫോട്ടോ ആണ് കാണിക്കുന്നത്. വരച്ചു വെച്ചിരിക്കുന്ന കൊള്ളാം. ഇതെന്തുവാ? ഇത് ഈ ഫോട്ടോ എന്ന് പറയാൻ ഫാമിലിയിലുള്ളവരാണ്. സിനഗോഗ് 450th ആനിവേഴ്സറി ഓഫ് കൊച്ചിൻ സിനഗോഗ്. അതിലുള്ള ആൾക്കാരാണ്.
ഈ ടൈൽസ് കൈകൊണ്ട് വരച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് മനോഹരമായിരിക്കും. ചർച്ചിനകമാണ് ഇത് കണ്ടോ. സിനഗോഗ് ചർച്ചിന്റെ അകവശം. യെസ്.